ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ചിയാരം ഭാഗത്തൊരു കപ്പേളയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഈ കപ്പേള വിശുദ്ധ അന്തോണിസ് പുണ്യാളുടെ ഒരു കപ്പേളയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അന്തോണിസ് പുണ്യാളിൻ്റെ കപ്പേളയുടെ ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ വചനങ്ങളാണ്, ദൈവത്തിൻ്റെ വചനമാണ് ഇരിക്കുന്നത്. ഞാൻ തന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, സത്യസന്ധൻ്റെ മാർഗ്ഗം സുരക്ഷിതമാണ് ഈ ഭാഗം കാണിക്കുന്നത്. ഈ കാണുന്ന കപ്പേളയുടെ ഉൾഭാഗമാണ്. ഇവിടെ മെഴുതി കത്തിച്ച് പ്രാർത്ഥന സൗകര്യവുമുണ്ട്, നേർച്ചയിടാനുള്ള സൗകര്യവുമുണ്ട്. കണ്ട, ഇവിടെ കുർബാനയും പ്രാർത്ഥനയൊക്കെ നടക്കാറുണ്ട്. അന്തോണിസ് പുണ്യാളിന് കർത്താവിനും നൊവേനയും ലതീനും കുർബാനയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഈ കാണുന്ന ഔസപിതാവിന് കർത്താവിൻ്റെ രൂപമാണ്, തൊട്ടടുത്ത് മാതാവിൻ്റെ രൂപമാണ് കാണിക്കുന്നത്. ഈ കാണുന്നത് വിസ്തരപ്പായി മാലാഖയും തോബിയസ് പുണ്യാളിൻ്റെ രൂപമാണ് ഈ കാണിക്കുന്നത്. ഈ കപ്പേളയുടെ എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. ചിയാരം ഭാഗത്ത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ കപ്പേളയെ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വിശുദ്ധ അന്തോണിസ് പുണ്യാളിൻ്റെ രൂപമാണ് ഈ കാണിക്കുന്നത്. അന്തോണിസ് പുണ്യാളിൻ്റെ കപ്പേള ആയതുകൊണ്ടാണ് വിശുദ്ധ അന്തോണിസ് പുണ്യാളിൻ്റെ രൂപം കാണിക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ ആ കപ്പേളയ്ക്കുള്ളിൽ തന്നെ ക്രൂശിത രൂപവും തോമാസ്തിക രൂപവും സെബസ്ത്യാനോസ് പുണ്യാളിൻ്റെ രൂപവും കാണിക്കുന്നുണ്ട്. ഇവിടെ കപ്പേള പെരുന്നാളൊക്കെ ഉണ്ട്. അന്തോണിസ് പുണ്യാളിന് കർത്താൻ പെരുന്നാൾ കൂടി ഉണ്ട്. കണ്ട, ഇവിടെയാണ് കുർബാനയും പ്രാർത്ഥനയൊക്കെ നടക്കാറുള്ളത്. ആളുകൾ കസയിട്ടിട്ടാണ് ഇവിടെ കസയിട്ട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. ഇവിടെ ലതീനും നൊവേനയൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും. ഓക്കെ, ഇവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.